ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെ, ലാസ്റ്റ് വീക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിൽ എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട്, ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ വീഡിയോ ഇത്തിരി ലേറ്റായിപ്പോയി, ടെക്നിക്കൽ ഇഷ്യൂ കാരണമാണ്. ഇനി നേരത്തെ വീഡിയോ ഇടാൻ ശ്രമിക്കാം. സോ സെൻസസ് താഴേക്ക് പോയിരിക്കുകയാണ്. 169 പോയിന്റ്സ് ഡൗൺ പോയി. അതുപോലെ നിഫ്റ്റി 21,400 അറൗണ്ട് ക്ലോസ് ആയി. റിയാലിറ്റി സെക്ടർ താഴേക്ക് പോയിരിക്കുന്നു. ഫാർമ സെക്ടർ ഒരുവിധം ഗെയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിഫ്റ്റി ഒരു ചെറിയ റേഞ്ച് ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി പ്രീവിയസ് ഡേയ്സ് വെച്ച് നോക്കുമ്പോൾ ഒരു സ്മോൾ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഗ്യാപ്പ് ഡൗണിൽ പോയിട്ട് സൈഡ് വേസ് ആയിട്ടാണ് ഇന്ന് ക്ലോസ് ആയിരിക്കുന്നത്. 38 പോയിന്റ്സ് ഡൗൺ ആയിട്ടാണ് ഇന്ന് നിഫ്റ്റി ക്ലോസ് ആയത്. ബാങ്ക് നിഫ്റ്റിയും നെഗറ്റീവായിട്ട് തന്നെ താഴേക്കാണ് പോയത്. സോ ബാങ്ക് നിഫ്റ്റിക്ക് ഇനി പൊട്ടൻഷ്യൽ ഇല്ല, പക്ഷെ നെക്സ്റ്റ് ടാർഗറ്റ് വരാൻ ഓൾമോസ്റ്റ് ടാർഗറ്റ് റീച്ച്ഡ് ആണ്. നിഫ്റ്റിക്ക് നെക്സ്റ്റ് ടാർഗറ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. സോ 21,492 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ മുകളിൽ പോകാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ സൈഡ് വേസ് പോകാനുള്ള സാധ്യതയാണ് കൂടുതലും ഉള്ളത്. ഓക്കെ, പിന്നെ ബിഗ്ഗസ്റ്റ് ഗെയിനർ ആയത് ബജാജ് ഓട്ടോ, ബിഗ്ഗസ്റ്റ് ലൂസർ പവർ ഗ്രിഡ് കോർപ്പറേഷൻ, ബെസ്റ്റ് പെർഫോം ചെയ്തിരിക്കുന്ന നിഫ്റ്റി ഫാർമ സെക്ടറും വേസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് ഈ ഒരു PSU ബാങ്ക് സെക്ടറുമാകുന്നു. സോ നമ്മൾ ലാസ്റ്റ് വീക്കിൽ പറഞ്ഞ സ്റ്റോക്കുകൾ, ഒത്തിരി സ്റ്റോക്കുകൾ നല്ല ഒറ്റ ദിവസത്തിൽ തന്നെ 5% മുകളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ സ്റ്റോക്കിലാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് എടുത്ത് പറയേണ്ട സ്റ്റോക്കാണ് ഈ ഒരു IRCTC 879. ഏകദേശം ഇന്ന് 12.55 13% ഉയർന്നിട്ടുണ്ട്. നെക്സ്റ്റ് 900 പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു. സോ ടാർഗറ്റ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ടീം ലീസ് പറഞ്ഞു, ആ സ്റ്റോക്കും ടാർഗറ്റ് എത്തിയിട്ടുണ്ട്. 8.03%. വൺ ഡേയിൽ തന്നെ 20% കയറി, പക്ഷെ ബുക്ക് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ 8% കാണിക്കുന്നത്. ദെൻ രാജേഷ് എക്സ്പോർട്സ്, TTML, അതുപോലെ HFCL, ഓക്കെ, ഇതെല്ലാം നമ്മൾ വീഡിയോ ഇട്ട സ്റ്റോക്ക് തന്നെയാണ് നല്ല കയറിയിട്ടുള്ളത്. എല്ലാം 5% മുകളിൽ തന്നെയാണ്. അതുപോലെ IDBI ബാങ്ക്. സോ നിങ്ങളത് പ്രോഫിറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഹാത്വേ കേബിൾസ്, ഇതെല്ലാം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ സ്റ്റോക്കിലായിരുന്നു. സോ എല്ലാം തന്നെ 5% മുകളിൽ കയറിയിട്ടുണ്ട്. സോ ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ശ്രീ രേണുക ഷുഗേഴ്സ്. സോ 49 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 60 റുപ്പീസ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. സോ നല്ല മുകളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് റൈറ്റ്സ്, ഈ ഒരു സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 519 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 526 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 600 വരെ പോകാൻ സാധ്യതയുണ്ട്. ദെൻ വക്രാങ്കി ലിമിറ്റഡ് 19 റുപ്പീസിലാണ് കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ 20 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 30 റുപ്പീസ് വരെ പോകാൻ സാധ്യതയുണ്ട്. ദെൻ ABC ക്യാപിറ്റൽ, സോ ആദിത്യ ബിർള ക്യാപിറ്റൽ സൈഡ് വേസിൽ പോയി. ഓക്കെ, എന്നാലും 200 ടാർഗറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. വലിയ മൂവ്മെൻ്റ് ഇല്ല, എന്നാലും ഓക്കെ ചെറുതായിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇന്ത്യൻ ഹോട്ടൽസ് ഒക്കെ സൈഡ് വേസ് ആയിപ്പോയി. ബട്ട് സ്റ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 വീക്സ് ടു 1 മന്ത് ആണ് ടാർഗറ്റ്. ഇന്ന് 2.10% പോയിട്ടുണ്ട്. 630 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ വെയിറ്റ് ചെയ്യുക. ദെൻ സുസ്ലോൺ എനർജി 38 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 50 റുപ്പീസ് വരെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും സ്റ്റോക്കിലാണ് നമ്മൾ ലാസ്റ്റ് വീക്കിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ ഇനി ബ്രേക്കൗട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. അതിൽ ആദ്യം വരുന്നത് ആർത്തി ഡ്രഗ്സ് ആണ്. ഓക്കെ, അതിന് മുന്നേ ഒരു ഡിസ്ക്ലൈമർ പറയുന്നു. ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഇത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ മാത്രമാണ്. സോ നിങ്ങളും കൂടി അനലൈസ് ചെയ്തിട്ട് മാത്രമേ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള പാടുള്ളൂ. ഇതിൽ ഇന്നിപ്പോൾ 493 റുപ്പീസ്, അതായത് 4.23% ഈ ഒരു സ്റ്റോക്ക് ഉയർന്നിട്ടുണ്ട്. നെക്സ്റ്റ് ടാർഗറ്റ് 33% ഉയരാൻ, അതായത് ഏകദേശം 615 വരെ പോകാൻ സാധ്യതയുണ്ട് ആർത്തി ഡ്രഗ്സ്. ദെൻ നെക്സ്റ്റ് വരുന്നത് JB കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് 1472 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1550 ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ 1850 വരെ പോകാൻ സാധ്യതയുണ്ട്.
20% നിങ്ങൾക്ക് റിട്ടേൺസ് ഒരു ഡബിൾ ബോട്ടം ഫോം ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ ഒരു 20% കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് MTAR ടെക്നോളജീസ്. ഈ ഒരു സ്റ്റോക്ക് 3.32% വരുന്നിട്ടുണ്ട്. ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസ് ഗ്യാപ്പ് അപ്പ്, സോ 2900 വരെ പോകാൻ സാധ്യതയുണ്ട്. 25% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. JSL ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഫൈൻ പൈപ്സ് ആണ് കേട്ടോ. സോ ഫൈൻ പൈപ്സ് 218 റുപ്പീസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 260 വരെ പോകാൻ സാധ്യതയുണ്ട്. 18% റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ എയ്തർ ഇൻഡസ്ട്രീസ് 909 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. അപ്പോൾ ഒന്നിൽ ഈ ഒരു പ്രൈസിൽ മേടിക്കണമെങ്കിൽ മേടിക്കാം, അല്ലെങ്കിൽ ബ്രേക്കായി താഴേക്ക് പോകുമ്പോൾ 875 അതിലും മേടിക്കാം, അല്ലെങ്കിൽ 865 ബ്രേക്ക് ചെയ്ത് ആ ഒരു ലെവൽ വന്നിട്ട് പിന്നെ മുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് മേടിക്കാം. സോ ഈ ഒരു സ്റ്റോക്കിൽ 875 ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ 875 എത്തുമ്പോഴത്തേക്ക് മേടിക്കുകയാണെങ്കിൽ 1200 വരെ പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ 36% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. അത് സ്പെഷ്യാലിറ്റി കെമിക്കലിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. സോ ഇത് നിങ്ങളും കൂടി അനലൈസ് ചെയ്യുക. അതൊരു കെമിക്കൽ സെക്ടറിൽ ലാസ്റ്റ് പ്ലേസിൽ വരുന്ന സ്റ്റോക്കാണ്. ഓക്കെ, ഇതിൽ നമ്മളൊരു 5 സ്റ്റോക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതല്ലാതെ വേറെ ഏതെങ്കിലും സ്റ്റോക്ക് നിങ്ങൾക്ക് ബ്രേക്കൗട്ട് ആകും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറക്കാതെ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനലിൽ കമൻസിൽ രേഖപ്പെടുത്തുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. അതുപോലെ കമൻറ്റിൽ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഏതൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് വേണം, അല്ലെങ്കിൽ വീഡിയോസിൽ എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. മലയാളം ഷെയറുടെ തന്നെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബേസിക് വീഡിയോസ്, ക്രൂഡ് ഓയിൽ റിലേറ്റഡ് ആയിട്ടും അതുപോലെ ടെക്നിക്കൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.